ഇത്തവണത്തെ വെക്കേഷന് നാട്ടിൽ ചെന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ കോട്ടയത്തേക്ക് പോകുന്ന എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ പുളുങ്കുന്നിൽ നിന്നും ജങ്കാറ് വഴി കാവാലത്ത് ചെന്നിട്ട് അവിടെ നമുക്ക് പെട്ടെന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി ടച്ച് ചെയ്യാണ്ട് കാവാലത്ത് ചെന്നിറങ്ങി അവിടെ നിന്ന് ചിങ്ങവനം കൂടി കോട്ടയത്ത് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാനും പറ്റും, ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും പറ്റും. അപ്പോൾ ജങ്കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ജങ്കാറ്. ഈ ഒരു ജങ്കാറ് വഴിയാണ് ഇവിടെ ആൾക്കാർ അക്കരെ പോകുന്നതും വാഹനങ്ങളാണെങ്കിൽ കൂടിയും എല്ലാം ഈ ജങ്കാറ് വഴിയാണ് അക്കരെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പുളുങ്കുന്നും കുട്ടനാടും ഒക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളാൽ വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കും, എത്ര ഭംഗിയാണ് കുട്ടനാടിൻ്റെ ഓരോ സൗന്ദര്യം ഒക്കെ അല്ലേ. പുളുങ്കുന്നാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങൾ പോലെയൊക്കെ ഇവിടെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വള്ളങ്ങളും കൊച്ചു കൊച്ചു ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജങ്കാറിൽ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ജങ്കാറി കയറി ഞങ്ങളിതാ അക്കരയ്ക്ക് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വാഹനങ്ങളും ആൾക്കാരും ഹെവി ആയിട്ടുള്ള വാഹനങ്ങളും എല്ലാം കൂടെയാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ ടെൻഷൻ അടിച്ച് ഇതാ അപ്പോൾ നോക്കിയപ്പോൾ ഒരു കൊച്ചു കടത്തുവള്ളം വരുന്നത്. എത്ര പേരാ അത് ഇരിക്കുന്നത്, അവരെന്ത് കൂളായിട്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുട്ടനാടിൻ്റെ ഭംഗികളാണ്. ഇതൊക്കെ ഒരു വളരെ കൗതുകമുള്ള കാഴ്ചകളാണ് എനിക്കൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് അവരുടെ ഒരു ജീവിത രീതികളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇനിയും ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടനാട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പതുക്കെ ഓരോ വീഡിയോസായിട്ട് സമയം കിട്ടും പോലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം, നല്ല രസമല്ലേ.